വിശദമായ വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിൽ ഭരണമുറപ്പിച്ച നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം 90-ൽ 49 സീറ്റുകൾ നേടിയാണ് ഇന്ത്യ സഖ്യം കാശ്മീർ പിടിച്ചെടുത്തത്. BJP 20 സീറ്റുകൾ നേടിയപ്പോൾ മെഹബൂബയുടെ PDP 3 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങി. എക്സിറ്റ് പോളുകൾ തൂക്കുസഭ പ്രവചിച്ച ജമ്മു കാശ്മീരിൽ വ്യക്തമായ ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭരണമുറപ്പിച്ചത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ മേൽക്കൈ നേടിയിരുന്നു. 10-30ഓടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 46 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ ഇന്ത്യ സഖ്യം മറികടന്നു. ഗാന്ദർബൽ, ബഗ്ഡ മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒമർ അബ്ദുള്ള 2ഇടത്തും വിജയിച്ചു. വൻ വിജയത്തിന് പിന്നാലെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചു. ഒരു ദശാബ്ദത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയുമായി ഇറങ്ങിയ BJPക്ക് ജമ്മു കാശ്മീരിൽ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുൾപ്പെടെ നേട്ടമാകുമെന്ന് കരുതി തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPയുടെ കുതിപ്പ് പക്ഷേ ജമ്മു മേഖലയിൽ മാത്രം ഒതുങ്ങി. BJP നേടിയ 29 സീറ്റുകളും ജമ്മു മേഖലയിലാണ്. അതേസമയം മെഹബൂബ മുഫ്തിയുടെ PDPക്ക് നേരിട്ടതും വൻ തിരിച്ചടി തന്നെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുകളിൽ വിജയിച്ച PDP പക്ഷേ ഇക്കുറി 3 സീറ്റുകളിൽ ഒതുങ്ങി. കന്നി അംഗത്തിനിറങ്ങിയ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇദിജ മുഫ്തിക്ക് കാലിടറി. അതേസമയം ജമ്മു കാശ്മീരിൽ ആം ആദ്മി പാർട്ടി അക്കൗണ്ട് തുറന്നു. ജമ്മുവിലെ ദോഡ മണ്ഡലത്തിൽ മത്സരിച്ച AAPയുടെ മെഹ്രാജ് മാലിക് 4500-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. BJPയുടെ കയ്യിൽ നിന്നാണ് മണ്ഡലം AAP പിടിച്ചെടുത്തത്. കുൽഗാം മണ്ഡലത്തിൽ മത്സരിച്ച CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസുഫ് തരിഗാമി 7838 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 7 സീറ്റുകളിൽ സ്വതന്ത്രരും ഒരിടത്ത് ജമ്മു പീപ്പിൾസ് കോൺഫറൻസ് 1 സീറ്റും നേടി. PDP അടക്കം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേരുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.